ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. രേണു എന്ന് പറയുന്ന സ്ത്രീനെ പേര് പറഞ്ഞാൽ നിങ്ങളാരും അറിയാൻ വേണ്ടി വഴിയില്ല. കാരണം ഇപ്പം അടുത്താണ് ആ പുള്ളിക്കാരി ഒന്ന് ഫേമസ് ആയി വരുന്നത്. കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ്റെ ഭാര്യയാണ് രേണു എന്ന് പറയുന്ന ഈ സ്ത്രീ. നമുക്കറിയാം, സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി തുടങ്ങുന്നു. ഒരു ആക്സിഡൻറ്റിലാണ് മരണപ്പെടുന്നത്. അതിനുശേഷമാണ് രേണു എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി ആക്ടിംഗ് രംഗത്തേക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ വഴി ലക്ഷ്മി നക്ഷത്രമൊക്കെ വഴി നാലാൾക്കാരെ അറിഞ്ഞു തുടങ്ങുന്നത്. ഇപ്പം ആ പുള്ളിക്കാരി വളരെയധികം കടുത്ത വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമില്ല, വിഡോ അല്ലെങ്കിൽ വിധവ ആയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിവാഹം കഴിഞ്ഞ് വിധവയായ ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്? നമ്മുടെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന പോലെ ഭർത്താവ് കത്തിയെരിഞ്ഞ ചിതയിൽ ചാടിച്ചാവുക, അല്ലെങ്കിൽ വെള്ള സാരി ഉടുത്ത് കുപ്പിവളയൊക്കെ തല്ലി പൊട്ടിച്ച് മാലയൊന്നും ഇടാതെ കമ്മലൊന്നും ഇടാതെ പൊട്ടൊന്നും തൊടാതെ ഒരു വെള്ള സാരി ഉടുത്ത് എപ്പോഴും വീട്ടിലും പറമ്പിലും ഒക്കെ ഒരു വെള്ള ചന്ദനക്കുറി മാത്രം തൊട്ട് നടക്കണമെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത്? വേറൊന്നുമല്ല, നമ്മളെ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫും ദാസേട്ടൻ കോഴിക്കോടും ഇവർ രണ്ടാളും കൂടെ ചേർന്ന് നമ്മളെ ചാന്തുപുട്ട് എന്ന സിനിമയിൽ ഒരു ഗാനം ഒരു റീലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാനിവിടെ കൊടുക്കാം. പാട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക, വേറൊന്നുമല്ല, കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ കൊടുക്കാം. ഈ വീഡിയോയിലാണ് അവർ ഭയങ്കര ഇൻറ്റിമസി സീനൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് വയറ് പിടിക്കുക, കാല് കാണിക്കുക, കടലിൽ കിടന്ന് ഉരുളുക. ഇതൊക്കെ ഒരു ആക്ടിങ് ആണ്. അതും അവർ ഒരു ബെഡ്റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ നട്ടപ്പാതിരാത്രിക്ക് ആരും കാണാതെയോ ഒന്നും ചെയ്ത കാര്യമല്ല. ഒരു ആക്ടിങ്ങിന് വേണ്ടി നാലാൾ കാണുക, ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് ചിത്രീകരിച്ച ഒരു രംഗം. ആ ഒരു രംഗത്തിനാണ് ഇത്രയധികം കടുത്ത വിമർശനങ്ങൾ ആ സ്ത്രീ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് മരിച്ചു, അതാണ് പ്രധാന കാരണം. ഭർത്താവ് ഉള്ള സമയത്താണ് ഇത് അവർ ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ കൈയടിച്ച് അംഗീകരിക്കും. ഭർത്താവ് ഇല്ലാത്തപ്പോൾ അവർ ചെയ്തത് നിങ്ങൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? കുറെ ആൾക്കാർ പറയുന്നുണ്ട് അവർക്കും ജീവിക്കണ്ടേ. ശരി, അവർക്കും ജീവിക്കണ്ടേ. വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ജീവിക്കാൻ വേറെ എന്തൊക്കെ വഴിയുണ്ട്, എന്നാൽ നിങ്ങൾ പൈസ കൊടുക്കൂ. ജീവിക്കാൻ വഴി കാണുന്ന ആൾക്കാർക്ക് അവരൊരു വരുമാന മാർഗം പറഞ്ഞു കൊടുത്ത് അവർക്കൊരു പൈസ കൊടുക്കൂ. അവർക്ക് ആക്ടിങ് ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ അവർ ആ ഫീൽഡിലൂടെ പണം സമ്പാദിക്കട്ടെ. അതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര ചൊറിച്ചിൽ കുരുപൊട്ടിക്കില്ല? അങ്ങനെ അത്ര അത്യാഹിത വിഭാഗത്തിൽ കടന്ന് കുരുപൊട്ടിക്കുന്നവരാണെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് പൊട്ടിക്കുക. അല്ലാണ്ട് അവരുടെ വീഡിയോയിലും കമൻറ്റ് ബോക്സിലും പ്രൊഫൈലും മെസ്സേജ് ബോക്സിലും ഒന്നും ചെന്ന് പൊട്ടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരനും ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്. പുള്ളീൻ്റെ ഭാര്യേൻ്റെ കൂടെ ചെയ്യുന്ന റീൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഇടുന്നുണ്ട്. അവരുടെ ഫാമിലിക്കോ വീട്ടുകാർക്കോ മക്കൾക്കോ ബന്ധുക്കാർക്കോ ഇല്ലാത്ത പ്രശ്നമാണ് ഇത് കാണുന്ന നാട്ടുകാർക്ക്. എന്തൊക്കെ നെഗറ്റീവ് കമൻസ് ആണ് ആ സ്ത്രീക്കെതിരെ അവരുടെ കമൻറ്റ് ബോക്സിൽ ഇൻബോക്സിലൊക്കെ ചെന്ന് പറയുന്നത്. സുധിച്ചേട്ടൻ മരിച്ചത് വളരെയധികം ഗുണമുണ്ടാക്കി എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഏത് രീതിയിലാണ് ഗുണമുണ്ടാക്കിയത്? സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പുള്ളി ജോലിക്ക് പോകുന്നുണ്ട്, വരുമാന മാർഗമുണ്ട് എങ്കിൽ ആ സ്ത്രീ ഇത്രയും കാലം സുധിച്ചേട്ടൻ മരിക്കുന്നത് വരെ ആ ഒരു സ്ത്രീ ഇങ്ങനെയൊന്നും ഫെയിം അല്ലായിരുന്നു. ആക്ടിങ് വഴിയോ വേറെ ഒരു വിഭാഗത്തിലൂടെ അദ്ദേഹത്തിന്റെ 2-3 ഇന്റർവ്യൂസിലോ അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ആ ഒരു ടൈമിനോ അല്ലാതെ ഒരു വിധത്തിലും നാലാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? സുധിച്ചേട്ടന് മാന്യമായ ഒരു ജോലി ഉണ്ടായിരുന്നു, അദ്ദേഹം പണം സമ്പാദിച്ചിരുന്നു, കുടുംബം പോറ്റിയിരുന്നു. ഇപ്പൊ ആ സ്ത്രീ ഒരു വിഡോ ആണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, ഒരു വിഡോ ആണ്, ഭർത്താവില്ല, 2 മക്കളുണ്ട്, കുടുംബം നോക്കണം, EMI അടയ്ക്കണം, EMI ഉണ്ടെങ്കിൽ EMI അടയ്ക്കണം, മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ ചിലവ് വേണം, അങ്ങനെ അല്ലറ ചില്ലറ ചിലവുകൾ വേറെ, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. നിങ്ങളൊക്കെ ഡെയിലി ലൈഫ് റൺ ചെയ്യുന്ന ആൾക്കാരില്ല, നിങ്ങൾക്കറിയാം ഒരു ജീവിതത്തിൽ എന്തോരം പണം ആവശ്യമുണ്ട് എന്നുള്ളത് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വരുമാന മാർഗം കിട്ടുന്നത് ആക്ടിങ് വഴിയാണ്. പുള്ളിക്കാരിക്ക് അതിനോടാണ് പ്രൊഫഷൻ, പാഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനോടാണെങ്കിൽ ആ ഒരു ഫീൽഡ് വഴി പണം സമ്പാദിക്കുന്നതിൽ എന്താണ് നിങ്ങൾ കാണുന്ന തെറ്റ്? ഇൻറ്റിമസി സീൻ അഭിനയിച്ചത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ദിലീപും ഗോപിയും കടൽ തീരത്ത് കടന്ന് ഉരുളുന്ന പാട്ട് സിനിമ, ഈ ഒരു സാധനം യൂട്യൂബിൽ TV-യിൽ സിനിമയിലൊക്കെ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഓഹോ അടിപൊളി. ഇപ്പൊ ഇവർ ഇതൊരു റീലായിട്ട് ചിത്രീകരിച്ചതിനാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ആക്ടിങ് ആയിട്ട് കാണാൻ പഠിക്കൂ സഹോദരങ്ങളെ. ഈ വിധവാ കൺസെപ്റ്റ് ഒക്കെ ഏതോ കാലത്ത് ഒഴിവാക്കിയ കാര്യമാണ്. നിങ്ങൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് വീണ്ടും ഈ 2025 വന്നിട്ട് പൊങ്കാലയിടല്ലേ? അവർക്ക് 2 പേർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുത്തിപ്പൊക്കി ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഈ സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ പാവം സുധിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ അവരെ വീണ്ടും സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അവരുടെ പാട് നോക്കി ജീവിച്ചോട്ടെ. നിങ്ങളുടെ ആരെയും വരുമാനത്തിലോ ചെലവിലോ സമ്പാദ്യത്തിലോ ഒന്നും അവർ ഒരു കാര്യം ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ വെറുതെ അവർക്കെതിരെ കുറേ നെഗറ്റീവും പറഞ്ഞ് അവർ മോശപ്പെട്ട സ്ത്രീയാണെന്നുള്ള രീതിയിൽ സമൂഹത്തിൽ ചിത്രീകരിക്കുന്നത് അവരല്ല, നിങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു കാര്യം ചോദിക്കുക. ഈ നാട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ മരിച്ചവരോ വിധവകളായവരോ ഡിവോഴ്സ് ആയവരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കെ തന്നെ അഭിനയ മേഖലയിൽ ഇൻറ്റിമസി സീൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആക്ട്രസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും നിങ്ങൾ എന്തു പറയും?
മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് ഇവരൊക്കെ ഭാര്യമാർ ഉള്ള സമയത്താണ് ഇന്റിമസി സീൻസ് ആവട്ടെ അല്ലെങ്കിൽ റൊമാൻറ്റിക് സീൻസ് ആവട്ടെ ബെഡ്റൂം സീൻസ് ആവട്ടെ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണു ചെയ്തതാണോ നിങ്ങൾക്ക് പ്രശ്നം? അതാണോ പ്രശ്നം? അല്ലെങ്കിൽ പുള്ളിക്കാരി അത്രയും ഈ മറ്റേ നയൻതാര, കത്രീന കൈഫ്, കാജൽ അഗർവാൾ ഇത്രയൊക്കെ ലെവലിലേക്ക് എത്താതെ ഇങ്ങനെ ഒരു റീൽ ചെയ്തതാണോ നിങ്ങളുടെ വിഷയം? 2025 ഗൈസ്, ഒന്ന് മാറി ചിന്തിക്കാം. ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരുപാട് വൈറൽ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ വേറെ സ്ത്രീകളും അഭിനയിക്കുന്നുണ്ട്. പിന്നെ കൊല്ലം സുധിച്ചേട്ടൻ്റെ മക്കൾ ഇത് കാണുന്നുണ്ടല്ലോ, അവർക്ക് ബുദ്ധിപരമായിട്ട് പക്വതയോടെ ചിന്തിക്കാൻ പറ്റുന്ന കഴിവുണ്ടെങ്കിൽ അവർ ഇത് ആക്ടിങ്ങിൻ്റെതായ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ അവരുടെ കുടുംബക്കാരെ ആലോചിച്ചിട്ട് വല്ലാതെ വേറെ പോണ്ടി ടെൻഷൻ അടിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതാണ് നല്ലത്. ഇതൊരു റീൽ അല്ലേ, റീലായി കണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുക. ഈ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കളയുക, അത്രയും മതി. അല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസും അടിച്ച് അവരെ സൈബർ അറ്റാക്ക് ചെയ്ത് സൈബർ ബുള്ളിങ് ചെയ്ത് അവരെ മെൻ്റലി തളർത്തി അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മെൻ്റൽ പ്ലഷർ വല്ലതും കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഭയങ്കര മോശമാണ്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്ത്രീനെ അധിക്ഷേപിക്കുന്നതെന്ന് കാണുന്ന സമയത്താണ് നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ കൂടുതൽ ഇപ്പം എന്ത് പറയാനാണ് ഗൈസ്? പുള്ളിക്കാരിനെ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് സമൂഹം തീരുമാനിച്ചിട്ടുള്ളത്, വിധവ ആയതുകൊണ്ട്. നമ്മളെ സമൂഹം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയല്ലേ, കുറച്ച് പൈസ അവർക്ക് വെറുതെ കൊടുത്തേക്കാം, അവർ ആ പണം കൊണ്ട് ജീവിക്കട്ടെ. ഇങ്ങനെ ഇവിടുന്ന് കിട്ടുന്ന സഹായം കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂലിപ്പണി ചെയ്തുകൊണ്ടോ ഒക്കെ ഈ സ്ത്രീ ജീവിച്ചു പോകണമെന്നാണ് ഈ കമൻറ്റ് ബോക്സിലെ കമൻസും കാര്യങ്ങളൊക്കെ വെച്ച് വിലയിരുത്തി നോക്കുന്ന സമയത്ത് സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയും. അല്ലാണ്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുത്ത് അവരുടെ പാഷനനുസരിച്ച് വർക്ക് ചെയ്ത് ജീവിക്കട്ടെ എന്നൊരാളും പറയില്ല. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അല്ലേ എന്നുള്ള സെന്റിമെന്റ്സിൽ 4 കാശ് സമ്പാദിച്ച് ജീവിക്കട്ടെ ആ സ്ത്രീ എന്നുള്ളൊരു മെന്റാലിറ്റിയുള്ള ആളുകളാണ് അവരുടെ കമന്റ് ബോക്സ് മുഴുവനുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷൻ തിരഞ്ഞെടുത്ത് ആ വഴിയെ ജീവിച്ചു പോവുക. അല്ലാണ്ട് അവിടെ ഇരുന്ന് കുരു പൊട്ടിക്കുന്ന ആൾക്കാർ അഭിപ്രായം കേട്ട് ഇത് ശരിയായില്ല എന്നും കരുതി നിങ്ങളുടെ മുമ്പോട്ടുള്ള ആക്ടിങ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള കുരു പൊട്ടിക്കുന്നവന്മാരുടെ കുരുവിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഈ സാധനം തുടയ്ക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ നേരുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ വക നെഗറ്റീവ് കമൻസ് ഒക്കെ മാറ്റി വെച്ച് നല്ല പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാം. പിന്നെ ഹാൻഡ്സ് വെക്കുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ ആരും ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റിൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ക്ലിപ്പിട്ടാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഹാൻഡ്സ് വെച്ചതല്ലാന്ന് എല്ലാവർക്കും അറിയാം. നാണമില്ല ഇങ്ങനെ ബോഡി ഷെയിമും ചെയ്തുകൊണ്ട് മറ്റു സ്ത്രീകളെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ. ആദ്യം സ്വന്തം ശരീരത്തിൽ എന്തൊക്കെ കുറവുകളുണ്ട് എന്നുള്ളത് ഒന്ന് ശരിയായിട്ട് പരിശോധിച്ചതിന് ശേഷം നാട്ടിലെ ആൾക്കാരെ ബോഡി ഷെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.